തസ്കിയ 61. അന ഹാമിദുൻ അന ഷാകിറുൻ അന ദാകിറു അന ജായിഉൻ അന ളായിഉൻ അന ആരി ഹിയ സിത്തത്തുൻ വഅന ളമീൻ ലിനിസ്ഫിഹാ ഫകുനി ളമീൻ ലിനിസ്ഫിഹാ യാ ബാരി മദ്ഹി ലിഗൈരിക ലഹബു നാരിൻ ഖുൽതുഹാ فأجر عبيدك من دخول النار. മഹാനായ ഹുദൈഫത്തുൽ മർഅശി റളിയല്ലാഹു തആല അൻഹു ലോകപ്രശസ്ത സാഹിദായ പ്രപഞ്ചത്യാഗിയായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖാദിമാണ്, സേവകനാണ്. എല്ലാ സമയത്തും എവിടെയാണെങ്കിലും എപ്പോഴും കൂടെ നടക്കുന്ന ഒരു സേവകൻ. അദ്ദേഹത്തോടൊരിക്കൽ ഒരാൾ ചോദിച്ചു, മാ അഅജബ മാ റഅയ്ത മിൻഹു. മഹാനായ ഇബ്രാഹിമുൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിങ്ങളെ കണ്ട ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മക്കയിലേക്കുള്ള വഴിയിൽ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാതെ വിഷമിച്ചു ജീവിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര കൂഫയിലേക്ക് തിരിച്ചു. കൂഫയിൽ പ്രവേശിച്ചു. അവിടെ ഒരു തരിശായ പൊളിഞ്ഞു വീഴാറായ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിലേക്ക് ഞങ്ങൾ രാത്രി സമയത്ത് വിശ്രമിക്കാൻ ചെന്നു. അദ്ദേഹം എന്നെ നോക്കി, എന്നിട്ട് പറഞ്ഞു, യാ ഹുദൈഫ അറാബിക്കൽ ജൂ. കണ്ടിട്ട് വല്ലാതെ വിശപ്പ് തോന്നുന്നുണ്ടല്ലോ ഹുദൈഫ, മോടിയൊക്കെ കണ്ടിട്ട് വിഷമിക്കുന്നുണ്ടല്ലോ, വിശപ്പുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതെ, ഹുവമാറ അഷ്, നിങ്ങൾ കണ്ട ആ അവസ്ഥ തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അലയ ബി ദവാത്തിൻ വ കിർത്താസ്, പോയിട്ട് ഒരു കടലാസ് കിട്ടുമെന്ന് നോക്ക്, ഒരു മഷിക്കുപ്പിയും കൊണ്ടുപോവാ. അങ്ങനെ പേനയും മഷിക്കുപ്പിയും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്തു. അദ്ദേഹം ബിസ്മി ചൊല്ലിയിട്ട് അതിൽ എഴുതി. എന്താണ് എഴുതിയത്? അൻതൽ മഖ്സൂദു ബിക്കുല്ലി ഹാൽ വൽ മുഷാറു ഇലൈഹി ബിക്കുല്ലി മഅനൻ. ഏതവസ്ഥയിലും നീയാണ് ഉദ്ദേശിക്കപ്പെടുന്നവൻ, ഏതർത്ഥത്തിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നവൻ നീയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 3 വരികൾ എഴുതി. അന ഹാമിദുൻ അന ഷാകിറുൻ അന ദാകിറു. ഞാൻ സ്തുതിക്കുന്നവനാണ്, ശുക്ർ ചെയ്യുന്നവനാണ്, ദിക്ർ ചെല്ലുന്നവനാണ്. അന ജായിഉൻ അന ളായിഉൻ അന ആരി. ഞാൻ വിശന്നവനാണ്, ഞാൻ വഴിയാധാരമായവനാണ്, ഞാൻ നഗ്നനാണ്. ഹിയ സിത്തത്തുൻ, ഇത് 6 കാര്യങ്ങളാണ്. വഅന ളമീനു ലിനസ്ഫിഹ, 6 എണ്ണത്തിൽ 3 കാര്യങ്ങൾക്ക് ഞാൻ ജാമ്യം, അത് ഞാൻ ചെയ്തോളാം. ഫകുനി ളമീന ലിനസ്ഫിഹാ യാ ബാരി. എന്നാൽ ബാക്കിയുള്ള ആ പകുതി കാര്യങ്ങൾക്ക്, 3 കാര്യങ്ങൾക്ക് സൃഷ്ടാവായ അല്ലാഹുവേ നീയാകണം ജാമ്യക്കാരൻ. സ്തുതി, ശുക്ർ, ദിക്ർ ഞാൻ ചെയ്തോളാം. അതേസമയം ഞാൻ വിശക്കുന്നവനും കഷ്ടപ്പെട്ടവനും ഞാൻ നഗ്നനുമാണ്. ആ 3 കാര്യങ്ങൾക്ക് നീ ആയിരിക്കണം, ഏറ്റെടുക്കുന്നവനായിരിക്കണം എന്ന് അർത്ഥം വരുന്ന വരികൾ. മദ്ഹി ലിഗൈരിക ലഹബു നാരിൻ ഖുൽതുഹാ ഫഅജിർ ഉബൈദക മിൻ ദുഖൂലിൻ നാരി. നീ അല്ലാത്തവരെ ഞാൻ പ്രശംസിക്കാൻ പോയാൽ അത് ഞാൻ തീജ്വാലയിൽ പ്രവേശിക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നിന്റെ സാധുവായ ഈ അടിമക്ക് നീ അഭയം നൽകണേ. ഇതാണ് 3 വരികൾ അദ്ദേഹം എഴുതിയിട്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ആദ്യം കാണുന്ന വ്യക്തിക്ക് ഇത് കൊടുക്കണം. അള്ളാഹു അല്ലാത്ത ഒരാളിലും നിന്റെ മനസ്സ് ബന്ധിക്കാൻ പാടില്ല. നിന്റെ മനസ്സ് അള്ളാഹുവിൽ മാത്രമായിരിക്കണം. ആദ്യമായിട്ട് കാണുന്ന ആൾക്ക് നീ കൊടുക്കുക. അങ്ങനെ ഞാൻ പുറപ്പെട്ടു. ആദ്യം കണ്ടത് ഒരു കുതിരപ്പുറത്തൊരാൾ വരുന്നു. ഞാൻ അയാൾക്ക് ഈ കത്ത് കൈമാറി. അദ്ദേഹം അത് വാങ്ങി വായിച്ചിട്ട് കരഞ്ഞുപോയി. അദ്ദേഹം ചോദിച്ചു, ഈ കത്തിൻ്റെ ഉടമ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇന്ന പള്ളിയിലുണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് സഞ്ചി തന്നു. ആ സഞ്ചിയിൽ 600 സ്വർണ്ണ നാണയമുണ്ടായിരുന്നു. ഞാൻ മറ്റൊരാളെ കണ്ടു. ഞാൻ ചോദിച്ചു, ആരാണ് ആ വാഹനപ്പുറത്ത് പോയവൻ?
പോയ വ്യക്തി ആരാണ്? അദ്ദേഹം ഒരു ക്രിസ്തീയനാണ്, നസ്രാനിയാണ്. അങ്ങനെ ഞാൻ ആ സഞ്ചിയുമായിട്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്ത് ചെന്നിട്ട് കഥകളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ലാ തമസ്സഹ, തുടരുത്. ഫഇന്നഹു യജിഉ സ്സഅ, അയാൾ ഇപ്പോൾ ഇവിടെ വരും. അങ്ങനെ അല്പസമയം കഴിഞ്ഞതേ ഉള്ളൂ. ദഖലൻ നസ്രാനിയു, നസ്രാനി കടന്നു വന്നു. വഅകബ്ബ അലാ റഅസി ഇബ്രാഹിം യുഖബ്ബിലുഹു വഅസ്ലം, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തല അദ്ദേഹം ചുംബിച്ചു, മുസ്ലിമാവുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഹിദ്മത്തിൻ്റെ കാലഘട്ടത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ അത്ഭുതം. അള്ളാഹുവിൽ തവക്കുലാക്കിയ ആ മനുഷ്യന് അള്ളാഹു ഉടനെ തന്നെ ഭക്ഷണം കൊടുത്തതായിട്ടാണ് കാണുന്നത്. പക്ഷെ അദ്ദേഹം 3 കാര്യം ഏറ്റെടുത്തു: ഹംദും ശുക്രും ദിക്റും. 3 കാര്യം അള്ളാഹുവിനെയും ഏൽപ്പിച്ചു: ജൂഉം ദയാവും അദ്ദേഹത്തിന് യജ്ഞതയും. ഇതാണ് അള്ളാഹു തവക്കുലാക്കിയാൽ ഉണ്ടാകുന്ന നേട്ടം. മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കിയിരിക്കണം. അതിൻ്റെ നേട്ടങ്ങളാണ് നാം ഇവിടെ കണ്ടത്.